ഹലോ, നമസ്കാരം. ബാലൻ, ബാലൻ ദ ബോയ്, കഴിവ്, ദ ബ്യൂട്ടി. ഐ റിപ്പീറ്റ്, കഴിവിടോ, കഴിവ്. ഈ സിനിമയ്ക്കകത്തെ ഈ സിനിമയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്, എടോ, ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തരും, അഭിനയിച്ചിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും കഴിവാണ് ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത്. സീരിയസ്ലി മാൻ, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. എനിക്ക് ഇപ്പോ ഈ ഒരു മൊമെന്റിൽ പടം കഴിഞ്ഞ് വീട്ടില് വന്ന് കയറിയേ ഉള്ളൂ, കയറിയ ഉടനെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇരിക്കണ ഇരിപ്പാണ് എനിക്കിപ്പോ ഇങ്ങനെ പറയാനാണ് തോന്നുന്നത്. എല്ലാവരുടെയും കഴിവിങ്ങനെ മുളച്ച് നിൽക്കുകയാണ്. സിനിമ, ദിസ് ഈസ് സിനിമ. ഇതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് വളരെ സിമ്പിളായിട്ട്, വളരെ ചുരുക്കി പറയാനുള്ളത്. ഈ പടത്തിനുണ്ടായിരുന്ന ഹൈപ്പ് അത് ഒട്ടും ചെറുതായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നത് എന്നല്ല, അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. എന്തു വേണം ചിദംബരം ഡയറക്റ്റ് ചെയ്യുന്ന പടം, ചിദംബരത്തിൻ്റെ മുമ്പുള്ള വർക്ക് ജാനേമൻ, അതേപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ്. ഇതാരാ എഴുതുന്നേ? ജിത്തു മാവൻ. രോമാഞ്ചം, ആവേശം, പൈങ്കിളി. പൈങ്കിളി എനിക്ക് വർക്കായ പടമാണ്, കുറെ ആൾക്കാർക്ക് വർക്കായിട്ടില്ല, ബട്ട് എനിക്ക് വർക്കായ പടമാണ്. രോമാഞ്ചം എങ്ങനെ എഴുതി വെച്ചിരിക്കണു, ആവേശം എങ്ങനെ എഴുതി വെച്ചിരിക്കണു. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി വരിക. പിന്നെ ഇതിൻ്റെ അകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നു സുഷിൻ ഷാ. മൊത്തത്തില് പെട ടീമാ. ഇതിന്റെ ട്രെയിലർ വരുന്നു. ഓക്കെ, ആ ട്രെയിലറും കൂടി കണ്ട സമയത്ത് വല്ലാതെ ക്യൂരിയോസിറ്റി കയറി. വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ആയിരുന്നു അത്. ഓക്കെ, എന്തൊക്കെയുണ്ട്, ഇതൊരു സാധാ ഫീൽ ഗുഡ് സാധനമല്ല വരാൻ പോകുന്നത് എന്നുള്ള സൂചന ട്രെയിലറിലൂടെ തന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ടോവിനോ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഓൾറെഡി മനസ്സിലായി. മൊത്തത്തില് ഈ പടം ഉണ്ടാക്കി വെച്ച ഹൈപ്പ് എന്ന് പറയുന്നത് ചെറുതല്ല, ഹെവി ഹൈപ്പ് തന്നെയായിരുന്നു. മൊത്തത്തിൽ ഇതിൻ്റെ അകത്തുള്ള ടെക്നിക്കൽ ക്രൂവിന്റെ കാര്യം ആലോചിച്ചാൽ തന്നെ നമുക്ക് ക്യൂരിയോസിറ്റിയും ആവേശവും കയറും. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി തലയിൽ ആ ഒരു സംഗതികളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കയറി ചെന്നത്. കിടിലൻ എക്സ്പീരിയൻസ്. കിടിലൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ എക്സ്പീരിയൻസ്, കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. ഐ മസ്റ്റ് സേ ദാറ്റ്. അതായത് എടോ, അവ ഞാൻ തുടക്കം കഴിവ് എന്ന് ഞാൻ പറഞ്ഞതേ അഭിനേതാക്കളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങാം. എടോ, ഇതിന്റെ എഴുത്തൊക്കെ എന്ത് കിടിലൻ എഴുത്താ, എന്ത് എഴുത്ത്. ഇതിന്റെ അകത്ത് വിഷ്വലി ആയിക്കോട്ടെ, ഇതിന്റെ അകത്തുള്ള എവരിത്തിങ്, ഓരോ ഷോട്ടും എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ എന്ത് എന്ത് രസമായിട്ടാണ്. ഇതിന്റെ ഒരു താളം ഉണ്ടല്ലോ, ഇതിന്റെ ഒരു പോക്ക്, ഈ പടത്തിന്റെ ഒരു പോക്കിന്റെ ഒരു താളം എന്ന് പറയുന്നത്. അതായത് ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ലാഗ് ഐ എന്നൊക്കെ പറയും, ബട്ട് ഇഷ്ടപ്പെട്ട ആളുകൾ, എന്നെ പോലത്തെ ആളുകള് ആ ഒരു ഇതിന്റെ ഒരു പേസ് ഉണ്ടല്ലോ, അതിങ്ങനെ ആസ്വദിച്ചിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക, നല്ല രസത്തിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതാ ഞാൻ പറഞ്ഞില്ലേ തുടക്കം, ഞാൻ സിനിമ എന്നുള്ള രീതിയിൽ പറയാൻ കാരണം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഒരു കിടിലൻ സിനിമ, കിടിലൻ ക്രാഫ്റ്റ്, കിടിലൻ ഒരു ആർട്ട് കണ്ടൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കിടിലൻ സാധനം, കിടിലൻ പടം. ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോ ഇതിൻ്റെ അകത്തുള്ള കാസ്റ്റിംഗ് പറയണം. കാസ്റ്റിംഗ് സെലക്ഷൻ, പെട്ട സെലക്ഷൻ. ഗണപതിയും ഭാഗാണെന്ന് തോന്നുന്നു അല്ലെ കാസ്റ്റിംഗിന്റെ കാര്യത്തിൽ. ഐ ബിലീവ് കിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ്. ആ പയ്യൻ തൊട്ട് തുടങ്ങാം. എന്ത് രസമായിട്ടാണ് ആ ചക്കരക്കുട്ടൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്താ പറയാ, എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. അല്ലെങ്കിൽ ഞാനിതൊക്കെ വളരെ രസത്തില് എന്താ പറയാ എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ്. പിള്ളേരുടെ അഭിനയം, ഈ പിള്ളേരുടെ അഭിനയം എന്ന് പറയുമ്പോൾ നമുക്ക് ചില സിനിമകളിൽ പലരും വെറുപ്പിക്കുന്നത്
നമുക്ക് തോന്നിയിട്ടുണ്ട് വെറുപ്പിക്കുന്നതായിട്ട്. പിള്ളേരോട് വിരോധമില്ല, പക്ഷെ അവരുടെ അഭിനയം കാണുമ്പോൾ വെറുപ്പിക്കലായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അവിടെയൊക്കെയാണ് ഇതിനെ പോലത്തെ പിള്ളേര് കഴിവ് കാണിക്കുന്നത്. എന്ത് രസമായിട്ടാ ചെയ്തിരിക്കുന്നത്. ആ പയ്യന്റെ പേര് ആദിശേഷൻ അങ്ങനെ എന്തോ ആണ്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ. അതായത് നല്ല രസത്തില് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അവൻ വലുതാവുന്ന സമയത്ത് ഉള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സിനാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ്. മാൻ അടിപൊളി, കിടിലൻ ആർട്ടിസ്റ്റാ പുള്ളി, കിടിലൻ ആക്ടറാ പുള്ളി. ഇതിന്റെ അകത്ത് പുള്ളിയുടെ ഇങ്ങനെ ഒരു ഡയലോഗ് ഇങ്ങനെ ഡെലിവറി ചെയ്യുമ്പോൾ ഇങ്ങനെ ചുണ്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു സൈഡ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്, ഇറ്റ്സ് ആൻ ആക്ടർ. കിടിലൻ പെർഫോമൻസ്. അതേപോലെ തന്നെ ഇതിനകത്തുള്ള മെയിൻ ലീഡ് ഫർസാന എന്നാണ് പുള്ളിക്കാരുടെ പേര്. ഐ ഡോണ്ട് നോ അവരിതിന് മുമ്പ് വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഷീസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് മാൻ. കിടിലൻ നടി. ഇങ്ങനൊരു പടത്തിന്റെ അകത്ത് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അവര് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കിയേ. ഇത് പെർഫെക്റ്റ് ആയിട്ടാണ് അവര് ചെയ്തിരിക്കുന്നത്. കിടിലൻ. അതേപോലെ ഇതിന്റെ അകത്തൊരു അമ്മച്ചി ഉണ്ട്. ഇത് എടുത്തു പറയണേ, എല്ലാവരെ കുറിച്ചും എടുത്തു പറയണം. കാരണം അതാണ് ഈ പടം. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന അമ്മച്ചി, ഷീ ലുക്സ് സോ ക്യൂട്ട്. ബട്ട് അവരുടെ പെർഫോമൻസ് ഹെവി. അവരുടെ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, അവരുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, ലൈക്ക് യുനോ കിടിലൻ. അവര് തോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വെട്ടിവെക്കണ സീനൊക്കെ ഇട്ട് രസമാണ്, അടിപൊളി. അവര് കോമഡിയും അതെ, എവരിതിങ് മാൻ. ഷീസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലിന്റെ മകൻ ജീൻ പോൾ ലാൽ, പാട്ടി, എന്തും മനസ്സാക്ഷിയില്ലാത്തൊരു മനുഷ്യനാടോ താൻ. ഒരുമാതിരി സൈക്കോ. യുവർ എ സൈക്കോ ജീൻ പോൾ ലാൽ. അതായത് ഇതിനകത്തുള്ള ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ക്യാരക്ടർ, ഒരു ജാതി ക്യാരക്ടർ, 4 ക്യാരക്ടർ കിടിലനായിട്ട് ചെയ്തു. ഇതിൻ്റെ അകത്ത് 30 ഒരു ബോഡി ലാംഗ്വേജ്, ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതെന്തും കിടിലനായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, പൊളി. ആരെങ്കിലും ഇതിന്റെ ഇടയിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ടോവിനോന്റെ കാര്യം പറയാല്ലേ, ആർക്കും അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. അറിയാം, ടോവിനോ മാൻ, അയാളൊരു നല്ല നടനാണ്. ഇത്രേ പറയാനുള്ളൂ. കേസ് പൊളി. AR നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അയാൾ അടിപൊളി മനുഷ്യനാണ്, അടിപൊളി ആക്ടറാണ്. വേണമെങ്കിൽ ടോവിക്ക് ഈ സാധനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഹീസ് എ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. പക്ഷെ അവിടെയാണ് ഒരു നടന്റെ ആത്മാർത്ഥത കാണുന്നത്. വേണമെങ്കിൽ ഇളകി വേണ്ട എന്ന് പറഞ്ഞ് മാറാം. പക്ഷേ ഇയാൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ വയറൊക്കെ ഉണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീര നടനം. ഇതിൻ്റെ അകത്തുള്ള മൊത്തത്തിൽ അയാളുടെ ലുക്കായിക്കോട്ടെ, ആ ഒരു ക്യാരക്ടർ, ലൈക്ക് ഒരു ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പൊള്ളിയായിട്ട് കിട്ടലിനായിട്ട് ടോവി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൊത്തത്തില് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. സീൻ ബൈ സീനൊക്കെ പറയുന്നു കഴിഞ്ഞാൽ വെറുതെ സ്പോയിലർ ആവും. രസം കളയണ്ട. ഒന്നും അറിയാതെ പോയി കണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇനി കാണാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും കാണേണ്ടത്. ഫ്രഷായിട്ട് കാണുക. തുടക്കം തൊട്ട് അവിടെ പോയിട്ട് നിങ്ങൾ പ്രസന്റ് ആവുക തിയേറ്ററിൽ. തുടക്കം തൊട്ട് നിങ്ങൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കിടിലൻ പടം. ഒരു കഴിവുള്ള ഡയറക്ടറാണെങ്കിൽ, കഴിവുള്ള റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൻ ലീഡായിട്ട് ഒരു സ്റ്റാറിനെ കൊണ്ടുവരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനിയിപ്പോ ഇതിന്റെ അകത്ത് ടോവിനോ ഉണ്ട്, ഇനിയിപ്പോ ഇതിന്റെ അകത്ത് ടോവിനോ ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ടോവിനോന് വരെ വേറൊരാളാണെന്ന് തന്നെ ഇരിക്കട്ടെ, സ്റ്റിൽ ഈ പടം എനിക്ക് ഒരേ കാര്യം തന്നെ പറയാനുള്ളത്, ക്ലാസ് അപ്രോച്ചാണ്.
അല്ലെങ്കിൽ ഇത് കിടിലൻ സിനിമയായിട്ട് തന്നെ നിലനിൽക്കും. അത് ടൊവിനോ കൂടി വന്ന സമയത്ത് അതിന്റെ ഒരു ഭംഗി കൂടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ടൊവിനോന്റെ പെർഫോമൻസും ടൊവിയാണല്ലോ നമ്മുടെ, അത് ഭംഗി കൂടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ പറയാ, ഇതിന്റെ ക്രാഫ്റ്റ്, ഇതിന്റെ ഈ സിനിമയുടെ എന്താ പറയാ നട്ടെല്ലെന്ന് പറയുന്ന സാധനം, ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾ ആൻഡ് മേക്കിംഗ് മ്യൂസിക്, ഇതൊക്കെയാണ് കഴിവുകളുടെ ഒരു കൂമ്പാരമാണല്ലോ. അതാ പറയുന്നത്, കഴിവുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പടത്തിനുണ്ടായിരുന്ന ഹൈപ്പ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഹൈപ്പ് ഉണ്ടാവില്ല. അത് ഇതിന്റെ അകത്തുള്ള ടെക്നിക്കൽ ടീം ഇതിന് മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വർക്ക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് ഒരു ചെറിയ പടം കൊണ്ട് വന്നു കഴിഞ്ഞാലും, അവരിനിപ്പോ എന്തൊരു സാധനം കൊണ്ട് വന്നു കഴിഞ്ഞാലും അത് ആ ഒരു സാധനമായിരിക്കും എന്ന് പ്രേക്ഷകന്റെ ഉള്ളിൽ തോന്നും. അത് അവര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധന, ഒരു ബിലീഫാണ്. ദിസ് ഈസ് ഇറ്റ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഗംഭീര പടം, ഗംഭീര പടം. ബാലൻ ദ ബോയ്, ബാലൻ 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 ബാലൻ. പിന്നെ ഇതെല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എടുത്തു പറയണം, അതും കൂടിയും പറയണമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൻ്റെ അകത്തുള്ള മൊത്തത്തിൽ ഈ കഴിവുള്ള ആൾക്കാരുടെ പ്രയത്നങ്ങളും പരിപാടി എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത് അറിയില്ല എന്ന് പറയാൻ കാരണം, ഇതൊരു സാധാരണ ഒരു കൊമേഴ്ഷ്യൽ പടം എന്നുള്ള രീതിയിലല്ല പരിപാടി. അപ്പോൾ കൂടുതൽ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് പേസ്, ഐ റിപ്പീറ്റ്, ഈ പടത്തിന്റെ ഒരു പേസ് ഉണ്ട്. ആ ഒരു പേസിനോട് വലിയ താല്പര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവര് ചിലപ്പോ ഒരു ആവറേജ് അല്ലെങ്കിൽ എന്താണ് എന്ന് പറയാനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട്. ആസ് എ പ്രേക്ഷകൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതായത് അത്തരത്തിലുള്ള ഓഡിയൻസ് ഇത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തോന്നാൻ സാധ്യതയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ബ്യൂട്ടിയാ ഈ സിനിമ എന്ന് പറയുന്നത്. ഇതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. ആ ബ്യൂട്ടി ആസ് എ പ്രേക്ഷകര് നമ്മൾ പോയി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമ തരാൻ പോകുന്ന ഫീൽ എന്ന് പറയുന്നത് ഈസ് ഡിഫറെന്റ്, അല്ലെങ്കിൽ തരാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈസ് വേറെ ലെവൽ. എൻജോയ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് പട എക്സ്പീരിയൻസാണ്. എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സാധനമായിട്ട് തോന്നും. മനസ്സിലായല്ലോ? ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് ബാലൻ ഫോർ മീ.